ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത് ഉഴുന്ന് പരിപ്പിൻ്റെ വീഡിയോ ആണ്. എനിക്ക് കുറച്ച് ഉഴുന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അത് കുറേ നാളായി കിട്ടിയിട്ട്, കുറേ നാളെന്ന് പറഞ്ഞാൽ 5-8 മാസത്തോളം ആയിട്ടുണ്ടാകും. അതൊരു ഡബ്ബയിലിട്ട് അടച്ച് വെച്ചുകൊണ്ട് ഒന്നും ആയിട്ടില്ല. അപ്പോൾ കുറേ ദിവസം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. കാരണം സുഖമില്ലാണ്ട് എവിടെയും പോകാൻ പറ്റിയില്ല. ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനുശേഷം വീട്ടിൽ വന്ന് റെസ്റ്റാണ്. അപ്പോൾ ഒന്നും നോക്കാനോ അടുക്കളയിൽ കയറുന്നൊന്നും ചെയ്യില്ലല്ലോ, മോളാണ് ചെയ്തിരുന്നത്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കുറച്ച് ഇനിയിപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകണ്ടല്ലേ, അപ്പോൾ ഇതൊന്നൊക്കെ ഒന്ന് അടുക്കളയിലൊന്ന് കയറി നോക്കാൻ വെച്ചിട്ട് അങ്ങനെ ഞാൻ കയറിയപ്പോഴാണ് ഈ ഉഴുന്ന് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് തോല് കളഞ്ഞ് വെച്ചോക്കാം. അപ്പോൾ ഇതാണ് ഉഴുന്ന്. ഒന്നും ആയിട്ടില്ല. ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ടാവും ഇത് കിട്ടിയിട്ട്. ഇതുവരെ ഞാനത് നോക്കിയത് പോലുമില്ല. കാരണം ഉഴുന്നിന് ആവശ്യം വന്നാൽ പുറത്തുനിന്ന് വാങ്ങും, കടയിൽ പോയി വാങ്ങും. എൻ്റെ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെയൊക്കെ ആക്കും. ഇതിൻ്റെ ഒരു ഓർമ്മ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ നല്ല ഉഴുന്നാണ്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലവണ്ണം പൊടിച്ചിട്ട് ഇതിൻ്റെ തൊലി എങ്ങനെ കളയുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് വേണ്ടത് വെച്ചാൽ നമ്മളിത് കുറച്ചായിട്ട് നമുക്ക് ജാറിലിട്ടിട്ട് പൊടിക്കാൻ പറ്റും. അതിന് വേണ്ടി നമുക്ക് പൊടിക്കുന്നൊരു ജാറുണ്ട്. അപ്പോൾ ജാറെടുക്കാം. ആ ജാറിൽ കുറച്ചായിട്ട് അധികം ഇട്ടോട് നിറച്ച് വിട്ടാൽ നമുക്കത് ശരിക്കും പൊടിച്ച് കിട്ടില്ല. അപ്പോൾ രണ്ടാമത് പണിയാണ്. അതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഇത്തപ്പോരെ ഇട്ടിട്ടില്ല. ഇനി ഇതൊന്ന് നമുക്ക് 2 കറക്കൽ അത്രയേ വേണ്ടൂ. ഒരുപാട് സമയം അടിച്ചാൽ മൊത്തം പൊടിയായിപ്പോൾ പൗഡർ പോലെ അതുകൊണ്ടാണ് അടിച്ചപ്പോൾ ഇങ്ങനെ കിട്ടി കേട്ടോ. ഇനി ബാക്കിയുള്ള ഉഴുന്നും കൂടി നമുക്കിത് അതുപോലെ അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറേ സമയം അടിക്കാൻ പാടില്ല കേട്ടോ. കുറേ സമയം അടിച്ചാൽ പൊടിയായിട്ട് വരും. അതുകൊണ്ട് അത്രയും അടിക്കണം, 2 കറക്കൽ മാത്രം. അപ്പോൾ ഉഴുന്നെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മാത്രമേ തോട് കളർന്നിട്ടുള്ളൂ. ബാക്കി ഏകദേശം എല്ലാ ഉഴുന്നിൻ്റെ തോടും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പാറ്റിയെടുക്കാം. ഇങ്ങോട്ട് പാറ്റൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങൾ പാറ്റൽ എന്ന് പറയില്ല, അരി വാറ്റൽ, പൊടി വാറ്റൽ അല്ലേ. തടുപ്പിയിലിട്ടിട്ട് നമുക്കതൊന്ന് പാറ്റുന്നതല്ല, ഞാനിതൊന്ന് എനിക്ക് അമ്മയൊക്കെ കാണിച്ചു തന്നൊരു എന്നാൽ ഇതിന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നിൻ്റെ ഓട് കലർന്ന ഉഴുന്ന് വേറെ സൈഡ് വരും, പരിപ്പ് വേറെ സൈഡ് വരും. കണ്ടില്ലേ, നല്ല പരിപ്പായിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ എടുക്കല്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പ പണിയാണ്. അപ്പോൾ അതിൽ മൊത്തം ഓട് കലർന്ന നല്ല ഉരുണ്ട സാധനങ്ങൾ പുറത്തേക്ക് ഒരു സൈഡിലേക്കായിട്ട് തന്നെ വരും. അങ്ങനെയെല്ലാം ഞാൻ പാറ്റിയിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് മാത്രമേ അതിൽ കളഞ്ഞിട്ടുള്ളൂ. ഇനി അതും കൂടി നമുക്കൊന്ന് ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തെല്ലാം ഇതിൻ്റെ ഓട് പോയിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എങ്ങനെയാലും നമ്മൾ ഇഡ്ഡലിയോ ദോശയോ ആക്കുമ്പം കുതിർത്ത് വെക്കണ്ടേ. അപ്പോൾ ഇത് വേറെ തന്നെ കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ച് അതിൻ്റെ കഴുകുന്ന സമയത്ത് ഈ ഓടും കൂടി നമുക്ക് പോയി കിട്ടും. അപ്പോൾ നല്ല ഉഴുന്ന് പരിപ്പ് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നില്ല. ആർക്കെങ്കിലും ഇതിന് ഉഴുന്ന് ഇങ്ങനെ കിട്ടിയാൽ ചെയ്താൽ മതി കേട്ടോ. ആരും ഉഴുന്ന് കിട്ടിയാൽ പുഴുങ്ങിയിട്ടോ ആക്കിയിട്ടോ കളയണ്ട. ഇതുപോലെ നമുക്ക് പരിപ്പാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു പരിപ്പിനെ കിട്ടിയില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്.